ദിവ്യ ഇഷ്ടമെന്നുമേ എന്നുടെ ജീവിതത്തിനാശയേ. നാളെന്നും ക്രൂശെടുത്തു ഞാൻ താതനിഷ്ടം നിറവേറ്റുമേ. ഞാൻ പിന്തുടർന്നിടും, ഞാൻ പിൻഗമിച്ചിടും എന്നുടെ ജീവിതയാത്രയിൽ. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ കഞ്ചിറകനിക്കു വിശ്രമം. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ കഞ്ചിറകനിക്കു വിശ്രമം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 25-ാം സംഘത്തിനും 17-ാം വാക്യം. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വർദ്ധിച്ചപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. എൻ്റെ ഹൃദയത്തിലെ കഷ്ടതകൾ വർദ്ധിച്ചിരിക്കുന്നു, എൻ്റെ പുറമേയുള്ള ശത്രുക്കളും വർദ്ധിച്ചിരിക്കുന്നു. ഭക്തികെട്ട മനുഷ്യരുടെ പ്രവൃത്തികൾ എന്നെ ഭയപ്പെടുത്തുന്നു. കഷ്ടതകളും അതിൻ്റെ അനുഭവങ്ങളും അവനെ ഭയപ്പെടുത്തിയപ്പോൾ അത് തന്നെ കീഴ്പ്പെടുത്തുമെന്ന് അവൻ ഭയക്കുകയാണ്. അവൻ്റെ കഷ്ടതകളുടെ വർധനവ് അവനെ ഞെരുക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കഷ്ടതയുടെ അനുഭവത്തിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തോട് അവൻ അപേക്ഷിക്കുന്നു. കഷ്ടതകളുടെ മധ്യത്തിൽ താൻ കുടുങ്ങി സ്വയം രക്ഷപ്പെടുവാൻ ശ്രമിച്ചിട്ടും കഴിയുകയില്ല എന്ന തോന്നൽ അവനിലുണ്ടായപ്പോൾ ദൈവത്തിലൂടെയുള്ള വിടുതലിനായി അവൻ അപേക്ഷിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ചില കഷ്ടതകളും വേദനകളുടെയും മധ്യത്തിൽ നാമും ദാവീദിനെ പോലെ കുടുങ്ങിപ്പോയെന്ന് വരാം. സ്വയം രക്ഷപ്പെടുവാൻ ശ്രമിച്ചാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നാം വീണു പോകാം. ഈ സാഹചര്യത്തിൽ രക്ഷപ്പെടുവാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ സ്വയം വീണ്ടും ശ്രമിക്കാതെ ഈ സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തോട് നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ തന്നെ അവസ്ഥകളിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ നീ എന്നെ വിടുവിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.